ഹലോ ഗൈസ്, അപ്പം ഞാൻ എന്നതായി കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. ഹായ്, ഇറ്റ്സ് മീ സെറ്റ് ലൈക്ക് സെറ്റ് ലക്ഷ്മി. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ സാധാരണ തയ്യൽ മെഷീൻ. ഹലോ, ഇതാണ് നമ്മുടെ വീഡിയോ എടുക്കുന്നതിന്റെ സെറ്റപ്പ്. അതായത് ഒരു സ്റ്റൂൾ വെച്ചിട്ടുണ്ട്, പിന്നെ ഇത് നമ്മുടെ സോപ്പ് ഓയിൽ, എന്താ പറയുക, ഡിറ്റർജന്റ് ഇല്ലേ അതിന്റെ ബോക്സ്, അതിന്റെ മുകളിൽ ഈ ഒരു സെറ്റപ്പിലാണ് ഞാൻ ഫോൺ വെച്ചിരിക്കുന്നത്. അതായത് ഇതൊരു ട്രൈപോഡ് പൊട്ടിപ്പോയതിൻ്റെ ഒരു പീസാണ്. ഇതിനകത്ത് ഫോൺ വെച്ചിട്ട് ആണിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ കാണിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ട്രൈപോഡ് ഓർഡർ ചെയ്തു. അതെന്താണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ സെറ്റപ്പ് എങ്ങനെയായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്രിക്കട അല്ല കേട്ടോ, ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെട്ടവും വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നതാണ്. മെഷീനും അതുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റൂൾ വെച്ചിട്ടുണ്ട്, ഇതേപോലെ ഒരു റിൻസിൻ്റെ ഒരു ഡിറ്റർജൻറ്റിൻ്റെ ഓയിലിൻ്റെ മുകളിൽ ഇതേപോലെ ഫോൺ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാൽ ദേ കിടക്കും ഡിം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെവലിലാണ് ഈ ഫോൺ വെച്ചേക്കുന്നത്. ഒരു റിസ്ക് എടുത്തിട്ടുള്ള രീതിയിൽ ഇത് പണ്ടോട്ട് ഞാനിങ്ങനെ അവിടെ എവിടെയും കൊണ്ടുപോയി വല്ല മരത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചാരിയൊക്കെ വെച്ചിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യാറ്. അപ്പോൾ നമ്മളൊരു ട്രൈപോഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ സൈബോ എന്ന് പറഞ്ഞൊരു ട്രൈപോഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ കുറേ നാളായി വിചാരിക്കുന്ന ഒരു ട്രൈപോഡ് ഓർഡർ ചെയ്യണം. അപ്പോൾ കുറച്ച് നാളായിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഉള്ളൊരു ട്രൈപോഡാണ്. നമുക്കൊക്കെ സാധാരണ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ട്രൈപോഡാണിത്. അപ്പോൾ ഇത് ഒരു ബാഗ് നമുക്ക് കിട്ടും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തോളത്തിട്ടോടൊപ്പം കൊണ്ടുപോകാം. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി ഈ ഒരു സാധനം. പിന്നെ ഫോൺ വെക്കാനുള്ളത് നമുക്ക് ലാൻഡ്സ്കേപ്പായിട്ടും അല്ലെങ്കിൽ പോർട്രേറ്റ് ആയിട്ടും രണ്ട് രീതിയിൽ നമുക്ക് ഫോൺ വെച്ചിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ട്രൈപോഡ്. ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഓൾറെഡി ഓപ്പൺ ബോക്സ് ഡെലിവറി ആയതുകൊണ്ട് അവർ ഓൾറെഡി ഓപ്പൺ ചെയ്തു. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യായിരുന്നു. പക്ഷെ അവർ ഓപ്പൺ ചെയ്തുകൊണ്ട് എനിക്കത് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, ഇതാണ് സാധനം. അത്യാവശ്യം നല്ല വെയിറ്റും എന്താ പറയുക നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള സാധനമാണ്. നമുക്കിത് നല്ല ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടോ, ഈ സാധനത്തെ പിടിച്ചതാക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് ഊരിയെടുക്കാം. എന്നിട്ടിത് ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അത് കണ്ടോ, ഇത്രേ ഉള്ളൂ പരിപാടി. നമ്മൾ 2 ക്ലിപ്പ് റിമൂവ് ചെയ്തിട്ടുള്ള ഹൈറ്റാണ് ഈ കാണിക്കുന്നത്. നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ഏകദേശം ഇരിക്കുന്ന പൊസിഷൻ വരുമ്പോഴത്തേക്ക് ഇത് തന്നെ ധാരാളം. ഇനി നമ്മൾ കാണുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ടുള്ള നമ്മുടെ ഈ ട്രൈപോഡിൻ്റെ ലെങ്ത് ആണ്. അത്യാവശ്യം ഫോൺ മാത്രമല്ല ക്യാമറയൊക്കെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. DSLR ഒക്കെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ച് വീഡിയോസ് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ വാട്ടർ ലെവൽ നമുക്ക് എവിടെയാണ് കറക്റ്റ് ലെവലാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി ഇവിടെ ഒരു വാട്ടർ ലെവലിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എനിക്കിത് നല്ല ഉപകാരമുള്ളൊരു സാധനമായിട്ട് തോന്നി. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു എന്താ പറയുക ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി പാരലായിട്ട് വരുന്ന ഒരു എന്താ പറയുക സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്തൊക്കെ ഇത് വെക്കാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് ഇച്ചിരി സ്ലോപ്പുള്ള ഭാഗത്ത് അല്ലെങ്കിൽ കുറച്ച് കല്ലും കൂട്ടത്തിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തൽക്കാലം ചെരിച്ചും പിടിച്ചൊക്കെ വെക്കാമെന്ന് മാത്രം, അല്ലാണ്ട് പ്രോപ്പറായിട്ട് ഇത് ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ആക്രിക്കൂടത്തിൽ ഈ സോപ്പ് ഓയിലിൻ്റെ മുകളിലൊക്കെ വെച്ച് വീഡിയോ എടുക്കുന്നത് എനിക്കിത് നല്ല ഉപകാരപ്രദമായിട്ട് തോന്നുന്നു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് എല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആമസോണിലും അതേപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഏകദേശം ഒരു 800 ആ റേഞ്ചൊക്കെ തന്നെ റേറ്റ് വരുന്നുള്ളൂ. എന്തായാലും 1000-നുള്ളിൽ 800 ആയിരുന്നു ഞാൻ മേടിച്ച സമയത്ത് ഉള്ള റേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ സാധനം മേടിക്കണം കേട്ടോ. നല്ല സംഭവമാണ് പ്രോഡക്റ്റ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഇതൊരു ഷോർട്സ് ആയിട്ടോ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.